ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിലറി റൈസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എച്ച് എത്രയാണ് കാപ്പിലറി റൈസ്, അത് എത്ര പൊങ്ങി എന്നുള്ളത് വേണം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റൈസ് ഓഫ് ദ ലിക്വിഡ് ത്രൂ എ നാരോ ട്യൂബ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ ആൻഡ് അഡിസീവ് ഫോഴ്സസ്. ഓക്കെ, സർഫസ് ടെൻഷൻ കാരണോ അഡിസീവ് ഫോഴ്സസ് കാരണോ ലിക്വിഡ് ഒരു നാരോ ട്യൂബിലൂടെ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് വിത്തൗട്ട് എനി ഫോഴ്സസ് ഇത് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കാപ്പിലറി റൈസ്. അപ്പൊ കാപ്പിലറി റൈസിൽ എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ട? റൈസ്, അതായത് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട വെള്ളം ഇത് എങ്ങോട്ട് പോയി? മുകളിലോട്ട് പോയി. ആ പോയത് എത്ര ദൂരമാണ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എച്ച് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ ഒരു അറ്റത്തായിട്ട് ഈ വെള്ളം ഈ ഗ്ലാസ്സുമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി, ഗ്ലാസ്സുമായിട്ട് ഈ വെള്ളത്തിന് ഒരു അഡിസീവ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കയറിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഗ്ലാസിന്റെ അറ്റത്തായിട്ട് ഈ വെള്ളം കുറച്ചുകൂടെ കയറി നിൽക്കും. സാധാരണ രീതിയിൽ ഇങ്ങനെ നിൽക്കൂല, പകരം ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി നിൽക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും നമ്മൾ എന്തോന്നായിരിക്കും, ഒരു കോൺകേവ് മെനിസ്കസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൺസിഡർ എ വെർട്ടിക്കൽ കാപ്പിലറി ട്യൂബ് ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ. റേഡിയസ് നമ്മൾ സ്മോൾ ലെറ്റർ എ ആയിട്ട് എടുക്കുന്നു. അതായത് ഈ ഒരു ട്യൂബ്, ഒരു കാപ്പിലറി വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാപ്പിലറി ട്യൂബ് നമ്മൾ എടുത്തു. അതിൻ്റെ ക്രോസ് സെക്ഷനിലായിട്ട് ഉള്ളതിൽ തന്നെ അതിൻ്റെ റേഡിയസ് എന്തോന്നാണ്. ഓക്കെ, ഈ ഒരു ട്യൂബിൻ്റെ റേഡിയസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. എത്രയാണ്? എ എന്നാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതായത് ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് എന്തോന്ന്, എ എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എഴുതി. ഇൻസേർട്ട് ഇൻ എ ഓപ്പൺ വെസൽ ഓഫ് വാട്ടർ. ഓക്കെ ആണല്ലോ, അതിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എക്സസ് പ്രഷർ ഓൺ ദ കോൺകേവ് മെനിസ്കസ്. ഇവിടെ ഈ ഒരു ട്യൂബിൽ ഇതാണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് എന്തോന്നായിരിക്കും? ഒരു കോൺകേവ് മെനിസ്കസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇതിനെ ഞാൻ ഇവിടെ വലുതായിട്ട് വരച്ചു തരാം. ഈ ട്യൂബിൻ്റെതാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഇങ്ങനൊരു ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തോന്നാണ് നമുക്ക് ഇവിടെ എന്തോന്നാണ് സംഭവിക്കുന്നത്? ഒരു കോൺകേവ് മെനിസ്കസ് ആണ് ഉണ്ടാകുന്നത്. എന്തിനാണ് ഈ കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് വാട്ടർ ഇൻ എ ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുത്തൂടെ? അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹൈപ്പോതെറ്റിക്കലായിട്ടുള്ള ഒരു സ്പിയർ നമ്മൾ വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളായിട്ടൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ഈ ഒരു കോൺകേവ് കാരണം നമുക്കിവിടെ മൊത്തത്തിൽ ഒരു സ്പിയർ ഉണ്ടാകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാലോ, സംശയമില്ലല്ലോ. ഓക്കെ, ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്പിയർ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഓക്കെ, എല്ലാം ഒരു സങ്കല്പമാണ്. ഇവിടുത്തെ പ്രഷർ എന്തോന്നാണ്? ഓക്കെ, പുറത്തുള്ള പ്രഷർ, നമ്മൾ പ്രഷർ ഇൻസൈഡ് എന്നായിരിക്കും ഇവിടെ എടുക്കുന്നത്. കാരണം എന്തോന്നായിരിക്കും? ഈ ഒരു ഹൈപ്പോതെറ്റിക്കൽ സ്പിയറിനകത്തുള്ള പ്രഷർ അതെന്തോന്നാണ്? PI. ഇപ്പുറത്ത് എന്തോന്നാണ്? ഇതിൻ്റെ അകത്തായിട്ടുള്ള ഈ വെള്ളമൊക്കെ ഉള്ള ഇവിടെ നമ്മൾ PO കൂടെ നമ്മൾ എടുക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ഓൾറെഡി അറിയാം എക്സസ് പ്രഷർ ഓൺ ദ കോൺകേവ് മെനിസ്കസ്. ഇവിടുത്തെ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം PI മൈനസ് PO എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്? 2S/R എന്നാണ്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ R എന്തോന്നാണ്? റേഡിയസ് ഓഫ് ദ എന്തോന്ന്, ഈ നാരോ ട്യൂബ് അല്ല, റേഡിയസ് ഓഫ് ദി ഹൈപ്പോതെറ്റിക്കൽ സ്പിയർ. നമ്മളായിട്ടെടുത്ത ഒരു സ്പിയറിന്റെ റേഡിയസിനെയാണ് നമ്മൾ R എന്ന് എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കാര്യം, ഇവിടുന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇതിനെ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. നിങ്ങൾ വരയ്ക്കും വളരെ നന്നായിട്ട് വേണം വരയ്ക്കാൻ, കൺഫ്യൂഷൻ വരുത്തിക്കരുത്. ഇത് ഞാൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഇത്തിരി ലാർജ് ആയിട്ട് ഞാൻ വരച്ചതേ ഉള്ളൂ. ഇതല്ലേ ഈ സ്പിയറിന്റെ സെന്റർ എന്ന് പറയുന്നത്? ഓക്കെ, ഇങ്ങനെ ഒരു ഹൈപ്പോതെറ്റിക്കൽ സ്പിയർ ആണെങ്കിൽ ഇതാണ് സെന്റർ. സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു റേഡിയസ് വരച്ചു. ഓക്കെ ആണല്ലോ. ആ റേഡിയസ് എന്തോന്നാണ്? R ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ റേഡിയസിനെ ഞാൻ ഇതല്ലേ നമ്മുടെ വെള്ളം ഈ ഗ്ലാസ്സുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോയിന്റ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കാൻ അറിയാലോ. ഇതൊരു സർഫസ് ആണെങ്കിൽ ഒരു ലിക്വിഡ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ നേർക്കൊരു ടാൻജന്റ് വരയ്ക്കുന്നു. ഈ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്.
ഓക്കെ ആണല്ലോ. നല്ലൊരു സ്പിയർ ആണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു സ്പിയർ ഡ്രോപ്പ് കണക്കാൻ ഇതിന് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എങ്ങനെ ഇത്രയാവും, അതായത് ഇത്രയും കിട്ടും. ഇതെന്തോന്നാണ് ഒബ്റ്റ്യൂസ് ആയിരിക്കും, ഇതെന്തോന്നായിരിക്കും അക്യൂട്ട് ആയിരിക്കും. 90യേക്കാൾ കുറവ്, ഇതെന്തോന്നായിരിക്കും 90യേക്കാൾ കൂടുതൽ. ഓക്കെ ആണല്ലോ. 90യേക്കാൾ കൂടുതലാണെങ്കിൽ എന്തോന്നാണ് അർത്ഥം? 90യേക്കാൾ കൂടുതലാണെങ്കിൽ കൊഹിസീവ് ഫോഴ്സ് ഉണ്ട്, 90യേക്കാൾ കുറവാണെങ്കിൽ അഡിസീവ് ഫോഴ്സ്. കൊഹിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, അതായത് ഇത് ബാക്കിയുള്ള ആരുമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ മോളിക്യൂൾസും കൂടെ ആയിട്ട് അട്രാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പരന്ന് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ നമ്മൾ മെർക്കുറി എടുത്തിടുകയാണെങ്കിൽ അത് കറക്റ്റ് ഉണ്ട കണക്ക് നിൽക്കും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കാര്യം, ഞാൻ ഈ റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഞാൻ എന്താ വരയ്ക്കുകയാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ടിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതൊരു കർവ് അല്ലേ, ഒരു സർക്കിളിന്റെ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയായിരിക്കും. ആ കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുകയായിരിക്കും. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ ഒരു ഒറ്റ പോയിന്റ് കൂടെ ആയിരിക്കും ടച്ച് ചെയ്ത് വന്നു. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്, റേഡിയസും ടാൻജന്റും തമ്മിൽ എന്തോന്നാണ്? പെർപെൻഡിക്കുലർ ആണ്. റേഡിയസ് ആൻഡ് ടാൻജന്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതാ ഇവിടെ ഒരു 90 ഡിഗ്രി അല്ലേ കിട്ടുന്നത്. ഇനി ആലോചിക്കണം, അടുത്തൊരു കാര്യമുണ്ട്. ഇത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഞാൻ ഈ എഴുതുന്ന ഓരോ സാധനങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പൊ തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ഇനി നമ്മൾ റേഡിയസ് നമ്മൾ വരച്ച് ഏതിൻ്റെ? ഹൈപ്പോതെറ്റിക്കൽ സ്ഫിയറിൻ്റെ. ഇനി നമുക്ക് ഈ നാരോ ട്യൂബിൻ്റെ റേഡിയസ് നമുക്ക് അറിഞ്ഞൂടെ. ഈ ട്യൂബിൻ്റെ റേഡിയസ് അതാണ്. ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ച്. ഓക്കെ ആണല്ലോ. ഇത് എത്രയാണ്? എ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഓൾറെഡി നമ്മൾ എ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എ ആണെങ്കിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തീറ്റ വന്നു കഴിഞ്ഞാൽ ഇവിടെയും തീറ്റ വരും. എങ്ങനെയെന്ന് പറഞ്ഞാൽ റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഇതെന്തോന്ന് വരും? 90 ഡിഗ്രി വരും. ആണേ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം. ഈ എയും ദാണ്ട ഈ പോയേക്കുന്ന മെനിസ്കസുമായിട്ടും എന്തോന്നാണ്? 90 ഡിഗ്രി ഉണ്ട്. ഇത് തീറ്റ ആണെങ്കിൽ, ഓക്കെ ഞാൻ ഈ പറഞ്ഞ ഒന്നുകൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഇത് എ, ഓക്കെ, ഇത് മെനിസ്കസ്. അപ്പൊ ഇവിടെ എന്തോന്നുണ്ട്? തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. അത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു ഇങ്ങനെ പോയിരുന്നതിൽ ഇവിടെ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടായിരുന്നു. ഇത് തീറ്റയാണെങ്കിൽ ഇത്രയുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് 90 മൈനസ് തീറ്റ എന്ന് കിട്ടി. ഇനി ഓൾറെഡി നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇതും റേഡിയസുമായിട്ട് മറ്റൊരു കണക്ഷൻ ഉണ്ട്. ഇത് ടാൻജന്റ് ആണ്. ടാൻജന്റും റേഡിയസ് എന്തോന്നാണ്? 90 ഡിഗ്രിയാണ്. അടുത്ത 90 ഡിഗ്രി കിട്ടി. അങ്ങനെ ഒരു 90 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ടാൻജന്റും റേഡിയസ് 90 ഡിഗ്രി താണ്ട് ഇതിൻ്റെ ഇടയിൽ എ എന്ന് പറയുന്ന ഒരു നമ്പരും ഉണ്ട്. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? 90 മൈനസ് തീറ്റ. ഇത് മൊത്തത്തിൽ എത്രയായിരുന്നു കിട്ടിയത്? 90 ഡിഗ്രി. അപ്പം ഇത് എത്രയായിട്ട് മാറും? 90 മൈനസ് തീറ്റ എന്ന് വരും. ഈ മൈനസ് അകത്ത് കയറുമ്പോൾ 90 മൈനസ് തീറ്റ മൈനസും കൂടെ പ്ലസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് വരും. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയെന്ന് വരും? തീറ്റ എന്ന് വരും. നിങ്ങൾ വേറെ കൂടുതലൊന്നും സങ്കല്പിക്കണ്ട. ഇവിടെ തീറ്റയാണെങ്കിൽ ആറിൻ്റെ എയിൻ്റെ ഇടയ്ക്ക് എന്തോന്ന് തന്നെ വരും? തീറ്റ എന്ന് തന്നെ വരും. ഓക്കെ ആണല്ലോ. അങ്ങനെ തീറ്റ വരികയാണെങ്കിൽ ഇതെന്തോന്നായി? ഒരു ട്രയാങ്കിൾ ആയില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ട്രയാങ്കിളിൽ ഇതെന്തോന്നാണ്? റേഡിയസ് r. ഇതെന്തോന്നാണ്? മെനിസ്കസിന്റെ റേഡിയസ് a. ഇതെന്തോന്നാണ്? തീറ്റ. ഇനി നമുക്ക് ഇവിടുന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് r എന്ന് കിട്ടി. ഇവിടുന്ന് നമുക്ക് ഇതിന്റെ റേഡിയസ് കണ്ടുപിടിച്ചൂടെ? എന്തിന്റെ റേഡിയസ്? ഈ ഹൈപ്പോതെറ്റിക്കൽ സ്ഫിയറിന്റെ റേഡിയസ്. അത് നമുക്ക് എത്ര കിട്ടും? r കോസ് തീറ്റ ഈക്വൽ ടു a എന്നാണെങ്കിൽ r ഈസ് ഈക്വൽ ടു, ഇതാണ് ഇത് ഇപ്പുറത്ത് പോയപ്പോൾ എന്തോന്നായി? r കോസ് തീറ്റ ഈസ് ഈക്വൽ ടു a. അപ്പൊ r ഈസ് ഈക്വൽ ടു എന്തോന്നായി? a ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇവിടുന്ന് r-ന് പുതിയൊരു വാല്യൂ കണ്ടുപിടിച്ചു. r എന്ന് പറയുന്നത് എന്തോന്നാണ്? a ബൈ കോസ് തീറ്റ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായില്ലല്ലോ. നമ്മളപ്പോൾ എന്തിനായിരുന്നു ഇത്രയും പരിപാടികൾ മൊത്തം എഴുതിയത്? r-ന് നമ്മൾ പുതിയ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം a ബൈ കോസ് തീറ്റ എന്ന് വന്നു. ഇനി നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാം PI മൈനസ് PO എന്ന് പറയുന്നതാണ് എന്തോന്ന്? എക്സസ് പ്രഷർ. PI മൈനസ് PO ആണ് എക്സസ് പ്രഷർ. അപ്പം ഇവിടുന്ന് നമ്മളിത്
പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 2s/r എത്രയാണ് കിട്ടിയത്? എ ബൈ കോസ് തീറ്റ എന്ന് വരും. ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്കും പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 2s ഇൻറ്റു കോസ് തീറ്റ ബൈ എ എന്ന് വരും. ദാറ്റ് ഈസ് പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ എ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എഴുതുന്നു കൺസിഡർ ദ പോയിന്റ്സ് എ ആൻഡ് ബി അറ്റ് ദ സെയിം ലെവൽ, ദാറ്റ് ഈസ് ദ പ്രഷർ ഓൺ ദോസ് പോയിന്റ്സ് ആർ സെയിം. ഓക്കെ, എയും ബിയും എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുന്നു. രണ്ടും എന്തോന്നാണ്? സെയിം ലെവലിൽ തന്നെ നിൽക്കുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ എന്തോന്ന് തന്നെ ആയിരിക്കണം? സെയിം തന്നെ ആയിരിക്കണം. എയിലെയും ബിയിലെയും നമുക്കറിയാം ഇതെന്തോന്നാണ്? അറ്റ്മോസ്ഫിയറിലാണ്. അവിടെ നമ്മൾ എടുത്ത് എന്തോന്നാണ്? പി ഐ ആണ്. അപ്പൊ ഇവിടെ എന്തോന്ന് തന്നെയായിരിക്കും? അറ്റ്മോസ്ഫിയറിലല്ലേ. അപ്പൊ അവിടുത്തെ പ്രഷറും എന്തോന്ന് തന്നെയായിരിക്കും? പി ഐ തന്നെയായിരിക്കും. അപ്പൊ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് നമുക്ക് എന്തോന്ന് എടുക്കാം? പി ഐ എടുക്കാം. ഇനി പ്രഷർ അറ്റ് ബി എന്ന് പറയുന്ന എന്തോന്ന് എടുക്കണം? പി ഒ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, എച്ച് റോ ജി കൂടെ ഇവിടെ വരും. അതായത് ഈ ഒരു ഹൈറ്റും ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റിയും പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കാരണമായ ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. ഇതിന്റെ മണ്ടയിൽ വേറെ വെള്ളമൊന്നുമില്ല, പക്ഷെ ഇതിന്റെ മണ്ടയിൽ എന്തോന്നുണ്ട്? ലിക്വിഡ് ഉണ്ട്. സോ അതിന്റെ ഒരു പ്രഷറും കൂടെ ഇവിടെ ഉണ്ട്. മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടെ ചേർന്നാണ് പ്രഷർ അറ്റ് ബി. ഇത് എഴുതുന്നതിന് വലിയ പാടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും സെയിം ആക്കി എഴുതും. പി ഐ ഈസ് ഈക്വൽ ടു പി ഒ പ്ലസ് എച്ച് റോ ജി. ഇവിടുന്ന് പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 നമുക്കൊരു കാര്യം മനസ്സിലായി. എന്തോന്നാണ്? നേരത്തെ നമ്മുടെ ഇക്വേഷൻ എന്തോന്നായിരുന്നു? പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ എ എന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതും സെയിം എന്നല്ലേ നമുക്ക് കിട്ടിയത് ഇക്വേഷൻ നമ്പർ 1 and 2. അപ്പൊ നമുക്ക് എഴുതാം 2s കോസ് തീറ്റ ബൈ എ ഈക്വൽ ടു എച്ച് റോ ജി. നമുക്ക് എന്തുവാടേ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? കാപ്പിലറി റൈസ് എത്ര റൈസ് ആയി, അതുകൊണ്ട് തന്നെ എച്ചിനെ ഒറ്റയ്ക്ക് അങ്ങ് ആക്കണം. അപ്പൊ എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ എ ആണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ റോ ജി എ. മനസ്സിലായ? റോ ഇൻറ്റു ജി ഇൻറ്റു എ. 2 into s സർഫസ് ടെൻഷൻ, കോസ് തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിന്റെ കോസ്. ഓക്കെ, റോ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എ എന്തോന്നാണ്? വേറെ ആക്സിലറേഷൻ അല്ല. എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എന്തോന്ന്? മെനിസ്കസ്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാകൂലേ, നമുക്ക് റേഡിയസ് ഓഫ് ദ മെനിസ്കസ് അല്ലെ, അതായത് ഇതിന്റെ റേഡിയസ്, ട്യൂബിന്റെ റേഡിയസ്, മെനിസ്കസ് അല്ല, ട്യൂബിന്റെ റേഡിയസ് കൂടുന്തോറും, ട്യൂബിന്റെ റേഡിയസ് കൂടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഈ സാധനമായിട്ട് മാറും. അതായത് ഇത് വലുതാണ്. വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് പറ്റും? എ കൂടിക്കഴിഞ്ഞാൽ എച്ച് എന്തോന്ന് കുറയും. എ കൂടിക്കഴിഞ്ഞാൽ എച്ച് കുറയും. അതായത് ഇത് എത്രത്തോളം നാരോ ആകുന്നോ അത്രത്തോളം ഇത് ഹൈറ്റിലേക്ക് പോകും. ഓക്കെ, ഡെറിവേഷൻ വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ആ ടാൻജന്റിന്റെ കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളിതാ ഇത്രമാത്രം വരച്ച് വെച്ചിരുന്നാൽ മതി. ഇത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ഈ ട്യൂബിന്റെ റേഡിയസ് ആയ എ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് വരച്ചത് ഈ മെനിസ്കസിന്റെ ആ ഒരു ഹൈപ്പോതെറ്റിക്കൽ സ്പിയറിന്റെ റേഡിയസ് ആയ r ആണ്. ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെ എന്തോന്നാണ്? തീറ്റ തന്നെയാണ്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്.